ഒളിച്ചു നിൽക്കുന്ന ഇങ്ങോട്ട് വന്നേ. കങ്കാരുന്റെയും കുഞ്ഞുങ്ങളുടെ യാത്രയപ്പ് കാണണ്ടേ? ഒന്നും ചെയ്യരുത്, എന്റെ മോളെ ഒന്നും ചെയ്യരുത്. നിങ്ങളിപ്പോ ഇവിടുത്തെ പ്രൊഫസർ ഒന്നുമല്ല, നിങ്ങൾ ആക്ട് സ്വീകരിക്കാൻ ഒന്നും ചെയ്യരുത്. ചവിട്ടിലടിച്ചിട്ടേ എവിടെ മാപ്പ് പറയാൻ പോവില്ല. മാപ്പ് പറയാൻ പോകാൻ പ്രശ്നമില്ല. പറയാം മാപ്പ് മാപ്പ്. എന്റെ മക്കൾക്കായിട്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഒരു വേള കൂടി ഞാൻ ഈ ശ്രീലകത്തിൻ്റെ മൺമടിത്തട്ടിൽ അമർന്നിടട്ടെ. ഒരു മാത്ര കൂടി ഞാൻ ഈ പടിച്ചാരി നിൻ ചാരുത കൺകളിൽ കോരിയിടട്ടെ. ഒരു തീഷ്ണ പകലിന്റെ ചൂടുമായി നെറുകയിൽ വെയിൽ ചൂടി നിൽക്കും മരങ്ങളോടും ഓടിക്കിതച്ചെത്തിച്ചൂളം വിളിച്ചു പോം കാറ്റിനോടും വിട ചൊല്ലിയിടട്ടെ. ഒരു ദീർഘനിശ്വാസം മാത്രമേകി ഒടുവിലീ മുറ്റം ഞാൻ വിട്ടുപോകെ. ഒരു പിടി ഓർമ്മകൾ മാത്രമേ ഞാൻ പകരമായി വിടുന്നെടുത്തതുള്ളൂ. ഒരു വർഷകാലത്തിൻ കുളിരുമായെന്നു ഞാൻ ആദ്യമായി നിന്നെ പുണർന്നു. മുൾവർഷകാലവും നെഞ്ചിലേറ്റിക്കൊണ്ടു എന്നു ഞാൻ നിന്നെ പിരിഞ്ഞിടട്ടെ. ഒന്നുമില്ല. ഇടറുന്ന പാദങ്ങൾ ഇനിയില്ല ഒരു നാളും ഇതിലേ വരാതെന്നും നോക്കിടാം ഞാൻ. ഒരു നേർക്കും ഞാനെന്നും ഈ നെടുവീർപ്പിൻ കാരണമായ ഭൂമി. തിരിഞ്ഞൊന്നു നോക്കുവാൻ വയ്യെനിക്കുന്നു ഞാൻ കണ്ണുനീർമൺകുടം പേറി നിൽപ്പൂ. ഒരു മൃദുസ്പർശത്തിൻ ചലനം മതിയതൻ കൈകളിൽ നിന്നുടൻ വീണു പൊട്ടാൻ.
ഇതെന്താ പറ്റിയേ? സമയം അത്ര കൂടുതലൊന്നും ആയില്ലല്ലോ. പിന്നെന്താ പഠിക്കാനും പഠിപ്പിക്കാനും വന്നവരൊക്കെ അങ്ങ് പോകുന്നത്? കോളേജ് പിള്ളേർ എന്തെങ്കിലും കശപിശ ഉണ്ടാക്കിയോ? ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നവനാ ഈ അലക്സാണ്ടർ. പ്രൊഫസറും മക്കളും കോളേജിന്റെ പടി കടന്ന സമരം തുടങ്ങിക്കൊള്ളാൻ ഞാൻ എൻ്റെ പിള്ളേർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്ന് വെച്ചാ ഞാനാണ് ഈ സമരത്തിന്റെ പിന്നിൽ എന്നർത്ഥം. വലിയ ആദർശധീരനായ അധ്യാപകൻ എന്താ ഇതിലൊന്നും പ്രതികരിക്കാത്ത? ഞാനെന്തിനു പ്രതികരിക്കണം? ഇതിനൊക്കെ നിങ്ങളോട് കണക്ക് ചോദിക്കുന്നത് ഞാനായിരിക്കില്ല, സാക്ഷാൽ ഈശ്വരൻ തന്നെയായിരിക്കും. എന്റെ പ്രൊഫസറെ, ഇപ്പൊ ദൈവങ്ങൾക്കൊക്കെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടിരിക്കുക. ഇവിടെ നമ്മളെ ശിക്ഷിക്കുന്നതും രക്ഷിക്കുന്നതും ഒക്കെ നമ്മൾ മനുഷ്യർ തന്നെ. ദൈവശിക്ഷ കിട്ടാനായിരുന്നെങ്കിൽ ഞാനൊക്കെ എന്നേ അങ്ങ് കാഞ്ഞു പോയേനെ. കോടതി വിധി അനുകൂലമായപ്പോ അച്ഛനും മക്കളും വിചാരിച്ചു ഇനിയിപ്പോ എവിടെ വേണമെങ്കിലും ഞെളിഞ്ഞങ്ങ് നടക്കാമെന്ന്. അനുവദിക്കത്തില്ല പ്രൊഫസറെ. അച്ഛനെയും മക്കളെയും മനസമാധാനത്തോട് ജീവിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. അലക്സാണ്ടറെ, ചെയ്തത് തെറ്റായി പോയെന്ന് ബോധ്യമായി. അതിന് ഞാൻ നിങ്ങളോട് മാപ്പിരക്കുന്നു. ദയവ് ചെയ്ത് എന്നെ എന്റെ കുടുംബത്തെ ഇനി ഉപദ്രവിക്കരുത്. മുമ്പിൽ വന്നിങ്ങനെ യാചിക്കുന്നവരെ പരിഗണിക്കുന്ന സ്വഭാവമാ പേട്ട കുടുംബക്കാരുടേത്. പക്ഷേ ഇവിടെ എനിക്കതിന് കഴിയുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് പ്രൊഫസർക്ക് വളരെ നന്നായി അറിയാം. നിങ്ങളുടെ മുമ്പിൽ വന്നിന്ന് ഇതുപോലെ ഞാൻ ഒരുപാട് യാചന നടത്തിയതാ എന്റെ വല്യത്തിന് വേണ്ടി. എന്നിട്ട് എന്റെ വാക്കിന് പുല്ലുവില നൽകിയില്ല മാതൃകാധ്യാപകൻ. വില്യം ജയിലിൽ കയറിയിട്ടേ നിങ്ങൾ അടങ്ങിയുള്ളൂ. ജയിലിൽ കിടക്കുന്ന എന്റെ മോന്റെ മുഖം കാണുമ്പോ ചങ്കിനകത്തൊരു കുത്തല. പിന്നെ മുമ്പിലോട്ട് ഓടി വരുന്നത് തന്റെയും മക്കളുടെയും മനോഹരമായ മുഖങ്ങളാ. ഈ പെങ്കുച്ചുങ്ങളുടെ ജീവിതം ഏതാണ്ട് തകർന്നു കഴിഞ്ഞു. ഇനി ബാക്കി കൂടി തകർക്കാതെ ഈ അലക്സാണ്ടർ ഉറങ്ങില്ല. വേണ്ട. അയ്യോ, എന്തോത്തിനാ തടയുന്ന? പെങ്കൊച്ചങ്ങൾ അങ്ങോട്ട് പറയട്ടെ എന്ന്. അല്ലേലും ഇളയവൾക്ക് ഇത്തിരി എല്ല് കൂടുതലാണെന്ന് എന്റെ മോള് പറയും. ആലിസേ, അവളെ ക്ലാസ്സിനകത്തിട്ട് ഒരുപാട് ഉരുട്ടിയതല്ലേ. മാനാഭിമാനം പോയിട്ട് എന്തൊരു ശൗര്യം. ജീവിതകാലം മൊത്തം ഈ ശൈലി തുടരണം. അത് ഭാവിക്ക് നല്ലതാ. നിങ്ങളോട് കാട്ടിയ ക്രൂരതയ്ക്ക് ഞാൻ എന്ത് പ്രായശ്ചിത്ത അലക്സാണ്ടറെ ചെയ്യേണ്ടത്? കനലിലൂടെ നടക്കണമെന്ന് പറഞ്ഞാൽ നടക്കാം, അഗ്നിയിലേക്ക് ചാടണമെന്ന് പറഞ്ഞാൽ ചാടാം. പക്ഷേ എന്റെ കുഞ്ഞുങ്ങളെ ഇനി ഉപദ്രവിക്കില്ല എന്ന് നിങ്ങൾ എനിക്ക് വാക്ക് തരണം. ഇല്ല, ജീവിതകാലം മുഴുവൻ തനിക്ക് തന്റെ മക്കളൊരു ബാധ്യതയായി തീരണം. ജനിപ്പിച്ച മക്കളെ താൻ തന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലണം. അതാ ഞാൻ തനിക്ക് വിധിക്കുന്ന ശിക്ഷ. പ്രൊഫസറെ, മനസ്സിൽ ഞാനൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞാ അത് നടപ്പിലാക്കുന്ന ശീലമാ എന്റേത്. ഇനി രക്ഷയില്ല. എന്റെ ഉള്ളിലു കരടായി താനും തന്റെ മക്കളും കടന്നുകൂടി കഴിഞ്ഞു. എന്നാ പിന്നെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിന് പകരം ശിക്ഷ ഒരുമിച്ചങ്ങ് നടപ്പാക്കിക്കൂടെ? ഇതിന്റെ സുഖം ഒന്ന് വേറെയാണ് എന്റെ പൊന്നേ. അത് അനുഭവിച്ചാലേ മനസ്സിലാവൂ. ഇനിയിപ്പോ ഇതിനൊരു പരിഹാരമേ ഉള്ളൂ. വീട്ടിലെ പൂജാമുറിയിൽ നിന്ന് ദൈവത്തിന്റെ പടം അങ്ങോട്ട് എടുത്തു മാറ്റി കളഞ്ഞിട്ട് അവിടെ എന്റെ പടം അങ്ങോട്ട് പ്രതിഷ്ഠിക്കുക. പടം ഞാൻ തരാം. എന്നിട്ട് അലക്സാണ്ടറെ രക്ഷിക്കണേ, അലക്സാണ്ടറെ രക്ഷിക്കണേ എന്ന് ഉച്ചത്തിൽ നിലവിളിക്കുക. ചിലപ്പോ അലക്സാണ്ടർ വിളി കേൾക്കും. എന്ന് വെച്ചാ ഇപ്പൊ നിങ്ങളെ രക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ശക്തി ഞാനാണെന്ന് അർത്ഥം. മക്കളെ, നമുക്ക് പോവാം. തൽക്കാലം അമ്മയോട് രാജിക്കാരിയോ കോളേജിലെ സംഭവങ്ങളോ ഒന്നും പറയണ്ട. കുറെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞോളാം. ഇന്ന് നേരത്തെയാണല്ലോ. കോളേജിൽ പോയിട്ട് എന്തായി? കുഴപ്പമില്ല. എന്നെ നനയിപ്പിച്ചേ. ആശ്വാസായി. പോയി കുറച്ചു നേരം കിടക്കാം. സാരമില്ല.
മാഷെ. മാഷെ പതുക്കെ. തലേന്ന് ഞാൻ മൂന്നേട്ടനെ വിളിക്കട്ടെ? എന്തിനാ? ആശുപത്രിയിലേക്ക് പോണെങ്കി. അതിന്റെ ഒന്നും ആവശ്യമില്ല ശാരദേ. ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്കും മാറാവുന്ന തളർച്ച എനിക്കുള്ളൂ. ഇതിന്റെ പേരിൽ ഇനി കൈവയ്യാത്ത മുകുന്ദേട്ടനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അതെ അമ്മേ, അച്ഛനൊന്ന് വിശ്രമിക്കട്ടെ. താൻ പേടിക്കണ്ടടോ, എനിക്കൊന്നുമില്ല. എനിക്ക് എപ്പോഴും ഭയമായിരുന്നു ദേവു. അച്ഛന്റെ കാര്യം ഓർത്തിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ കരഞ്ഞു തീർത്തോളും. നമ്മളും അങ്ങനെ തന്നെ. എന്നാ അച്ഛൻ അങ്ങനെയല്ല, ഒക്കെ ഉള്ളിലൊതുക്കുക. നമ്മുടെ ചിരിച്ച മുഖം കാണാനായിട്ട് പൊട്ടിക്കരയുന്നേക്കാൾ അപകട ആ അവസ്ഥ. അതുകൊണ്ട് അച്ഛൻ എന്തെങ്കിലും സംഭവിക്കുമെന്നൊരു പേടി. അമ്മ വരുന്നു. എന്താ മക്കളെ ഉണ്ടായത്? അച്ഛൻ എന്താ പെട്ടെന്ന് ഇങ്ങനെ? അതമ്മേ, അച്ഛൻ ജോലിക്ക് പോകുമ്പോഴേ പറഞ്ഞിരുന്നു ചെറിയൊരു തളർച്ചയുണ്ടെന്ന്. കോളേജ് പിള്ളേർ കളിയാക്കുക മറ്റു ചെയ്തോ? ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല. ആകെ കൂടി മോശ സമയമാ. നാളെ അച്ഛനെ നമുക്കൊരു നല്ല ഡോക്ടറെ കാണിക്കണം. അല്ലെങ്കിൽ ഇന്ന് തന്നെ കൊണ്ടുപോയാലോ? അതൊന്നും വേണ്ടമ്മേ. ഇപ്പൊ അച്ഛൻ അത്യാവശ്യം നല്ലൊരു ഗ്ലാസ് ചൂട് ചായ. ചെന്നൊരു ചായ ഇട്ട് കൊടുക്ക. ചേച്ചി എന്തൊരു പണിയാ കാണിച്ചേ? എടുത്തടിച്ച പോലെ രാജകാരി ഒന്ന് പറയാൻ പറ്റുമോ? അപ്പോ അത് പറയണ്ടേ? തൽക്കാലം അമ്മയൊന്നും അറിയണ്ടെന്നല്ലേ അച്ഛൻ പറഞ്ഞത്. ഇനിയിപ്പോ പറയണമെങ്കിൽ തന്നെ സമയ സന്ദർഭവും നോക്കി അച്ഛൻ തന്നെ പറഞ്ഞോളൂ. മൂന്തേട്ടാ, ആ കൃഷ്ണൻ നായർ സാർ കടയിൽ വന്നപ്പോഴാണ് ഞാൻ വിവരം അറിഞ്ഞേ. നമ്മുടെ മേനോ സാർ രാജിവെച്ചെന്ന്. അതെന്ന് കേട്ട പാതി കേൾക്കാത്ത പാതി ഞാനിങ്ങോട്ട് പോരുമായിരുന്നു. അപ്പൊ ഇന്ന് കോളേജ് എന്തൊക്കെ അരങ്ങേറിയിട്ടുണ്ടല്ലോ ഗോപാല. മേനോ സാറും മക്കളും ചെന്നോണ്ട് ഇന്ന് കോളേജിൽ സമരമായിരുന്നു അത്രേ. ഛേ, കോളേജിലേക്ക് പോവാൻ ഞാനാ നിർബന്ധിച്ചത്. അതിപ്പോ അബദ്ധമായി. അതിനെന്തിനാ ഇയാൾ രാജിവെച്ചത്? അതാ ഞാനും ആലോചിക്കുന്നേ. കുട്ടികളുടെ കളിയാക്കൽ സഹിക്കാൻ കഴിഞ്ഞില്ലായിരിക്കും. ആ, ഏതായാലും അവിടം വരെ ഒന്ന് പോകാം. എന്താ ഉണ്ടായെന്നറിയണമല്ലോ. താൻ എന്ത് പണിയാടോ കാണിച്ചത്? കുട്ടികളെയും കുട്ടി കോളേജിലേക്ക് വഴുതിനായിരുന്നോ? മൂന്നേട്ടാ പതുക്കെ, ശാരദ ഒന്നും അറിഞ്ഞിട്ടില്ല. ഓ, എന്തുണ്ടായാലും ശാരദ അറിയിക്കില്ല. അതുകൊണ്ട് എന്താ കാര്യം? നാളെ കോളേജിൽ പോവാതിരിക്കുമ്പോ ശാരദ വിവരം തിരക്കില്ലേ? അപ്പൊ താൻ എന്തു പറയും? ജോലി രാജിവെച്ചില്ല എന്ന് പറയുവോ? എന്തിനാണോ എഴുപിടി ഇങ്ങനൊരു തീരുമാനം എടുത്തത്? നേരിട്ട് കാണേണ്ട കാര്യങ്ങൾ നേരിട്ട് തന്നെ മനസ്സിലാക്കണം. പറഞ്ഞ അത്രത്തോളം ആവില്ല. കോടതി കുട്ടികളെ കുറ്റവിമുക്തരാക്കി. അതുകൊണ്ട് ഏറെ പ്രതീക്ഷയുടെ കോളേജിലേക്ക് പോയത്. പിന്നെ അങ്ങോട്ട് സ്വീകരണമല്ലായിരുന്നു. ഒരധ്യാപകനും കിട്ടാത്ത സ്വീകരണം. കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ഞാനും പറഞ്ഞിരുന്നു. പക്ഷെ ഇത് കുറച്ചൊന്നുമല്ല. പ്രൊഫസർ മേനോൻ എന്ന മാതൃകാ അധ്യാപകനെ കുട്ടികൾ ബഹുമാനിച്ചിരുന്നു. എന്നാൽ അയാളുടെ നിഴലിനെ ബഹുമാനിക്കാനോ സ്നേഹിക്കാനോ അവർക്ക് താല്പര്യമില്ല. ഞാനും എൻ്റെ മക്കളും പുറത്തു പോകണമെന്ന് അവർ മുറവിള കൂട്ടി. പിന്നെ രാജിയ നല്ലതെന്ന് തോന്നി.
കുട്ടികളുടെ TC ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോ അവരുടെ പഠിത്തം? അതിന് എത്രയോ പാരലൽ കോളേജുണ്ട് മൂന്തേട്ടാ. BA MA കോളേജിൽ തന്നെ പഠിക്കേണ്ട കാര്യമില്ലല്ലോ. തീരെ പ്രതീക്ഷിക്കാത്ത സംഭവമായിപ്പോയി. ഞാനും തീരെ പ്രതീക്ഷിച്ചില്ല. സത്യം പറഞ്ഞ ഞാനും എൻ്റെ മക്കളും കോളേജിലേക്ക് മടങ്ങി വരുന്നതും കാത്തിരിക്കുകയായിരുന്നു വിദ്യാർത്ഥികൾ. എല്ലാവരും ഇല്ല കേട്ടോ, വില്യത്തിൻ്റെ കൂട്ടുകാരധികവും. പിന്നെ ഇതിനൊക്കെ അലക്സാണ്ടറുടെ ഒത്താശയുണ്ടായിരുന്നു. മക്കളെയും കൂട്ടി ഗേറ്റ് കടന്നപ്പോൾ അയാൾ വന്നു. കോടതി ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും അയാൾ ഒഴിവാക്കില്ല എന്ന് തർപ്പിച്ചു പറഞ്ഞു. ഇല്ല മുകുന്ദേട്ട, അയാൾ എന്നെ എൻ്റെ മക്കളെയും സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കില്ല. കങ്കാരുന്റെ നാഭിയില് മക്കളുടെ പടം കണ്ടപ്പോ തന്നെ പ്രൊഫസറുടെ നല്ല ജീവൻ അങ്ങ് പോയി. കങ്കാരുന്റെ പടം വരച്ചതിന് പണ്ടെന്നെ ഇറക്കി വിട്ടിട്ടുള്ളതാ. അതിന്റെ ദേഷ്യം എന്റെ മനസ്സിലുണ്ടായിരുന്നു. മുതലും പലിശയും ചേർത്ത് ഞാൻ അങ്ങ് തിരിച്ചു കൊടുത്തു. എന്നിട്ട് അയാൾ പ്രതികരിച്ചില്ലേ മോളെ? എങ്ങനെ പ്രതികരിക്കാനാടി? ദേഹമാസകലം ചെളിയുമായി നിൽക്കുന്ന അയാൾ പ്രതികരിച്ചാലേ കോളേജ് പിള്ളേരെ അയാളെ കൈവയ്ക്കും. വില്യത്തിന്റെ കൂട്ടുകാരൊക്കെ രണ്ടും കൽപ്പിച്ചായിരുന്നു. സമരവും ബഹളവും ഒക്കെ ആയിട്ട് കോളേജ് ഇളക്കി മറിച്ചു. എന്നാലും അയാൾ രാജിവെക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. രാജി മാത്രമല്ല ഡാഡി, മക്കളുടെ TC ആവശ്യപ്പെട്ടെന്ന് അറിഞ്ഞത്. അയ്യോ എന്റെ പൊന്നേ, അയ്യാക്ക് ഇതിലൊക്കെ കയറി പിടിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഉള്ള സമയത്ത് കുട്ടികളെ പഠിപ്പിച്ച് 10 കാശുണ്ടാക്കി വീട്ടിലിരിക്കുന്നതിന് പകരം കേട്ട കുടുംബക്കാരോട് മത്സരിക്കാൻ വന്നിരിക്കുന്നു. അതിനെന്താ? പഠിച്ചല്ലോ. ഇനി നമ്മളെ ഒരു കാലത്തും മറക്കത്തില്ല. അത്രയ്ക്ക് നല്ല കാര്യമല്ലയോ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. കോടതി വെറുതെ വിട്ടപ്പോ അവളുമാര് കരുതി കാണും കോളേജിലേക്ക് ചെന്ന പിള്ളേര് പൂമാല ഇട്ട് സ്വീകരിക്കുമെന്ന്. സ്വീകരിച്ചല്ലോ. ഇതിലും നല്ല സ്വീകരണം പിന്നെ ആർക്കാ കിട്ടുക അല്ലേ ഡാഡി? ആരോ വന്നെന്ന് തോന്നുന്നു. ഞാനിപ്പോ അയ്യോ, ഇതാരായി വന്നിരിക്കുന്നേ? എനിക്ക് കഴിയത്തില്ല എന്റെ കർത്താവേ. വാ മൂത്തേട്ട, അകത്തോട്ടിരിക്കാം. വേണ്ട, ഞാനിവിടെ വന്നോളാം. അതെന്തൊരു പറഞ്ഞില്ല മൂത്തേട്ട. കാര്യം ഞാൻ മൂന്തേട്ടന്റെ വീട്ടിലേക്ക് വന്നപ്പം ഇന്ന അലക്സാണ്ടർ ഇരുന്നോന്നും പറഞ്ഞ് ഒരു കസേര പോലും മൂന്തേട്ടൻ വലിച്ചിട്ട് തരാറില്ല എന്ന് കരുതി തിരിച്ചു അതുപോലെ ആകാൻ പാടില്ലല്ലോ. വിശേഷിച്ചും മൂന്തേട്ടനെ പോലുള്ള ഒരു വലിയ ആള് വീട്ടിൽ വരുമ്പോ. ഇത്രയും വലിയ ബംഗ്ലാവിൽ ഇരുന്നൊന്നും എനിക്ക് വലിയ ശീലമില്ല. ഇരുന്നാലൊട്ടിരി പുറക്കുകയില്ല. അതുകൊണ്ട് സംസാരിക്കാനുള്ളത് നമുക്ക് ഇവിടെ സംസാരിക്കാം. എന്നാ പിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല. പറയാനുള്ള എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് പറഞ്ഞോ. പറയാതെ തന്നെ തനിക്കറിയാലോ ഈ വരവിന്റെ ഉദ്ദേശം എന്താണെന്ന്. അത്ര നല്ല കാര്യങ്ങളിലെ താൻ ചെയ്തു കൂട്ടുന്നത്. എന്റെ പൊന്നു മൂന്തേട്ട, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതങ്ങോട്ട് തെളിച്ചു പറ. ഇങ്ങനെ അവിടെ എവിടെയും വെച്ച് പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവത്തില്ല. എടോ, ചതിയും വഞ്ചനയും ആകാം, പക്ഷേ അതിനൊരു പരിധിയുണ്ട്. ജീവിക്കണോ മരിക്കണോ എന്നറിയാതെ സമൂഹത്തിന്റെ പീഡനങ്ങൾ ഏറ്റുവാങ്ങി കഴിയുന്ന ഒരു കുടുംബമാണ് പ്രൊഫസറുടേത്. അവരെന്തിനാ ഇങ്ങനെ നരകാതന അനുഭവിക്കുന്നത്? അവരെന്ത് തെറ്റ് ചെയ്തിട്ടാ? താൻ തോന്നിയ തന്റെ മോൻ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുന്ന പ്രൊഫസർ, അതല്ലേ ശരി? ശരിയും തെറ്റും ഞാൻ നോക്കാറില്ല മൂന്തേട്ട. എന്റെ ചങ്ക് പിടഞ്ഞ ആ പിടച്ചന്റെ കാരണം കണ്ടെത്തി ചെങ്കിടുപ്പ് മാറ്റുന്നവനായി ഈ അലക്സാണ്ടർ. എന്ത് ചെയ്യാനാ? അങ്ങനെ ആയിപ്പോയി എന്റെ ശീലം. തന്റെ ചിട്ടകളും ശീലങ്ങളും ഒക്കെ തനിക്ക് നല്ലതായി തോന്നും. പക്ഷേ അത് തീരാ ദുഃഖമായി ചെന്ന് പതിക്കുന്നത് മറ്റു പലരുടെയും നേർക്കാം. നിഷ്കളങ്കരായ 2 പെൺകുട്ടികളെ ഇരുട്ടിലേക്ക് തള്ളി വിട്ടിട്ട് ഇയാളേതോ വലിയ സാഹസിക പ്രവൃത്തി ചെയ്യുന്നല്ലേ വിചാരം? ഇതൊന്നും അത്ര വലിയ കാര്യമല്ലടോ. പെണ്ണിനെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്ന പുരുഷനല്ല. ഈ മേൽമീശയും അവർക്ക് ഭൂഷണമല്ല. എന്തിനാണോ ഇത് പിന്നെ മോന്തക്കൊരു അലങ്കാരമായി വെച്ചിരിക്കുന്നത്? ഞാൻ വേണമെങ്കിൽ ഏർപ്പാടാക്കി തരാം. ചുരകനെ, തന്റെ വീട്ടിലേക്ക് കയറി വന്നപ്പം താൻ കുറെ കുറച്ചതാ. അതിന് എന്റെ വീട്ടിൽ ആവർത്തിക്കണ്ട. ആവർത്തിച്ച താൻ എന്നെ പിടിച്ച് വിഴുങ്ങിക്കളയോ? വിളിക്കടോ. തീറ്റിപ്പോറ്റുന്ന കുറയണം എപ്പോഴും കാവലായി ഉണ്ടല്ലോ, അവരെ വിളിക്കുക. എന്നിട്ട് ഈ നാവരിയാൻ പറ. അപ്പൊ എന്റെ സംസാരം താനേ നിന്നോളും. തനിക്കറിയാവോളൂ അബ്കാരി, പെൺമക്കളുടെ മാനം നഷ്ടപ്പെട്ട തന്തയുടെയും തള്ളയുടെയും വേദന തനിക്ക് ഉണ്ടല്ലോ ഒന്ന്.